ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്. എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു രഞ്ജി വ്ളോഗ്സ്. നോർത്ത് ഇന്ത്യൻ മസാല കിച്ചടി, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം. ഓക്കെ, ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വൈഫാണ്, ഞാനല്ല. അപ്പോൾ ഉണ്ടാക്കുന്നതിന് കൂടെ ഒരു സപ്പോർട്ട് ചെയ്യാം. പിന്നെ ചിക്കൻ ഫ്രൈ ഞാനാണ് ചെയ്യുന്നത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കുത്തിച്ചതച്ചത്, കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഉള്ളിയും കൂടി അങ്ങോട്ട് ഇടാം. നല്ലോണം അങ്ങോട്ട് ഇളക്കുക. ഇതിലിപ്പോ കുക്കറിൽ കുറച്ച് ആക്കണം, പിന്നെ ചട്ടിയിലാക്കണം. അങ്ങനെയാണോ? കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് പൊത്തി വെക്കുക. കുറച്ച് നേരം പൊത്തി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും ഒന്ന് നല്ലോണം ഒന്ന് മിങ്കിളായിട്ട് സെറ്റായിട്ട് അതിൻ്റെ അത് കിടക്കും. തുറന്നിട്ട് വീണ്ടും ഇറക്കുക. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ച ചോറും പരിപ്പും എല്ലാം ഒന്നിച്ച് കഴുകിയാൽ മതി. അതാകുമ്പോൾ ഒറ്റ വെള്ളത്തിൽ തന്നെ നമുക്ക് പണി നമുക്ക് സിമ്പിളാക്കാം. ഓക്കെ, ഇനി എല്ലാം കൂടി ഒന്നുകൂടി നല്ലോണം ഇളക്കുക. ഇത് ഇളക്കി നല്ലോണം വെച്ച് എന്നിട്ട് പൂട്ടിക്കളഞ്ഞിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാവും. ഇതിലിപ്പം ആകെ ഇട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് വെക്കണം. ഇതിപ്പോൾ ഒരു കപ്പിൻ്റെ ഒരു കണക്ക് മാത്രമേ എടുത്തുള്ളൂ. ഇതിൽ വരുന്നത് ഒരു 3 കപ്പ് വെള്ളം, അതും കൂടി നമുക്ക് തോർന്നാൽ റെഡിയായി. ജസ്റ്റ് ഒരു ബ്രീഫിങ് കൊടുക്കാനേ. ഇതിലെന്തൊക്കെയുള്ളത് പറഞ്ഞോളൂ. കുറച്ച് ഘീ, ഗാർലിക്, പച്ചമുളക്, ഉള്ളി, ടൊമാറ്റോ, ഓക്കെ, ടർമറിക് പൗഡർ, ഓക്കെ, ഉപ്പ്, ഓക്കെ, മിക്സ് ഇറ്റ് വെൽ, റൈസ്, പരിപ്പ്, that also mix it well, ഓക്കെ, പിന്നെ വെള്ളം. ഓക്കെ, 3 കപ്പ് വെള്ളം. യെസ്, ഓക്കെ, അടിപൊളി. ഇപ്പം ഞാനത് പൊത്തി വെച്ചേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ ഇതായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനിയിപ്പം മസാല ഇനിയിപ്പം വേറൊരു ചട്ടിയിൽ നമുക്കൊന്ന് ആക്കണം. ചട്ടിയിലാക്കിയിട്ട് വേണം ഇനിയിപ്പം ആയിക്കഴിഞ്ഞ റൈസ് ആ ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കി എടുക്കണം, ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിച്ചടി റെഡിയാവും. ആ സമയത്ത് നമുക്ക് നമ്മളുടെ ചിക്കൻ റെഡിയാവും. നമ്മളുടെ ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ലേശം ഉപ്പ്, പിന്നെ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് 5 മിനിറ്റ് വെക്കാം. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്യാം. പാൻ ഫ്രൈ ആണേ, വേണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. അപ്പോൾ തവ ചൂടായിട്ടുണ്ട് നമ്മളുടെ പാൻ. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ മതി. നമുക്ക് ഇത് ഉണ്ടാക്കേണ്ടത് വളരെ കുറച്ച് ചിക്കനല്ലേ. പിന്നെ ചെറിയ കുറച്ച് ഓയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറച്ച് ബോൺലെസ്സും ഉണ്ട്, കുറച്ച് ബോൺ പീസും ഉണ്ട്. ചെറിയ പീസാകുമ്പോൾ വേഗം ഫ്രൈ ആവും ചെയ്യും. ഇതിപ്പം ചെറിയ കബാബിൻ്റെ പീസാണ്. ചെറിയ പീസ് കബാബ് പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് കട്ട് ചെയ്യിക്കും. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കാം. നമുക്ക് മറിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടുകൊണ്ടിരുന്നാൽ
നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടും. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി ഇടാം. ഇതിപ്പോൾ ചുവപ്പ് കളറല്ലേ, മസാല ചുവപ്പ് കളർ. ആ മസാല ഒക്കെ സെറ്റായി എല്ലാം വരുമ്പോഴത്തേക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവും. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് നമുക്ക് എടുക്കണം. അത് തുറക്കാനായി ഇതിപ്പോൾ ഒരു റൗണ്ട് മറിച്ചിട്ടു. മറിച്ചിട്ടിട്ട് കാണുന്ന ചിക്കനാണത്. റെഡി ആവുന്നുണ്ട്. ഇതിപ്പോൾ വേഗമാവും. ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടി മറിച്ചിട്ടാൽ ഇതാവും. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് സംഭവമാണ്. ഓക്കെ, പിന്നെ പറഞ്ഞതുപോലെ ചോറിലും വളരെ സിമ്പിളാണ്. നെയ്യ്, പരിപ്പ്, അരി, പിന്നെന്താ തക്കാളി, ഉള്ളി കുറച്ച് പച്ചമുളക്, നല്ല എരിക്ക്, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ മസാല നമ്മളിപ്പോൾ ആക്കാൻ പോകുന്നുള്ളൂ. അത്രയുള്ള സാധനങ്ങൾ ആ സാധനം വെച്ചിട്ട് നമ്മളിപ്പോൾ ആക്കുന്നത്. ഒന്നുകൂടി മറിച്ചിടാം. ഇത് വേഗം മറിച്ചിട്ടുകൊണ്ടിരിക്കണം. വേഗം എന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ മറിച്ചിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ വെച്ചാൽ നമുക്ക് ആ സൈഡ് അധികം ഫ്രൈ ആവാണ്ട് ആവശ്യത്തിന് വേണ്ടുന്ന മാത്രം ഫ്രൈ ആയി കിട്ടും. നമുക്ക് കരിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡിയായല്ലോ. ഒരു ചെറിയൊരു ബ്രൗൺ കളർ, അത്രേ ഉള്ളൂ. ഫ്രൈ റെഡി. നമുക്ക് തീ ഓഫാക്കാം. നമ്മളുടെ തവ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്കിനി മസാല റൈസ് ആക്കേണ്ടത്, മസാല കിച്ചടി ആക്കേണ്ടത്. അപ്പോൾ ഇതിൽ മസാല നമ്മളിപ്പം ആക്കാൻ പോവാണ്. ആദ്യമായി കുറച്ച് നെയ്യ് ഇടുക. അതിന് പുറമെ നമ്മൾ ആക്കിയ സാധനം കാണിച്ചു തരാം. ഇതാണ് സംഭവം, റെഡിയാണ്. അപ്പോൾ നമുക്ക് ഗീ ഇടുകയാണ്. ഒരു 3 സ്പൂണ് അല്ലേ? 3 സ്പൂൺ മതിയില്ലേ? ഓക്കെ. ലോ സിമ്മിൽ വളരെ ലൈറ്റായിട്ട് തീ വെച്ചാൽ മതി. അതിന് നമുക്ക് നമ്മൾ മസാല ഇടാം. ഫസ്റ്റ് കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം, പിന്നെ അതേ കായം, മല്ലിപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ ഇടാം കേട്ടോ. ഗരം മസാല പൗഡർ 1 സ്പൂൺ മതി. ഇനി നമുക്ക് ഈ കൂട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. നെയ്യിൽ എന്തൊക്കെ ഇട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. 2 സ്പൂൺ മുളക് പൊടി, ലേശം ഗരം മസാല പൗഡർ, കായം. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇടാം. ഇതിൻ്റെ ആക്ച്വൽ ഫോം ഇങ്ങനെയാണ്. നല്ലവണ്ണം ഇളക്കിയെടുക്കുക. കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാം. കാരണം കിച്ചടി എന്ന് വെച്ചാൽ ഡ്രൈ അല്ല, ഭയങ്കര വാട്ടർ ആയിട്ടുള്ള സംഭവമാണ്. നമ്മളുടെ ഒരു മസാല കഞ്ഞി അതുപോലെ ഉണ്ടാവും. അതെ, നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പിടാൻ വിട്ടുപോയി. എന്നുവെച്ചാൽ ആദ്യം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ രണ്ടാമത്തെ മസാല നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടണം. ടേസ്റ്റ് നോക്കി ഇട്ടാൽ മതി. പിന്നെ ഇതേ ചൂടുവെള്ളം പോരാണ്. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെക്കുക ലോ സിമ്മിൽ. കണ്ടോ, ഇത് നമുക്കിത് ഇങ്ങനത്തെ ഒരു പരുവത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ 2 ഐറ്റംസ് റെഡിയാണ്. മസാല കിച്ചടിയും നമ്മൾ നാടൻ ഫ്രൈയും. അപ്പം ഇതാണ് നമ്മളുടെ മസാല കിച്ചടി. ഇനി നമുക്ക് സാധനം എടുക്കാം. ഞാൻ പ്ലേറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ഇട്ടോളൂ. വളരെ കുറച്ച് മതി, ഞാൻ ഡയറ്റിംഗ് ആണ്. മതി. ഓക്കെ, നമുക്ക് ചിക്കനും കൂടി ഇടാം. ഇട്ടോ ചിക്കൻ ഇട്ടോ, ധൈര്യം ഇട്ടോ. ഇനി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ചൂടോടെ എടുത്തിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമായി വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് പുറമെ ഒന്നും അത്യാവശ്യം വാങ്ങിക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. എല്ലാം ഉള്ള സാധനം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ ബെൽ ഐക്കൺ അവിടെ സൈഡിലുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം പറഞ്ഞിട്ടില്ല. സീ യു, ബൈ.
അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല എന്തായിരുന്നു അതിൻ്റെ പേര്? കിച്ചടി അല്ലേ? മസാല കിച്ചടി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല കിച്ചടി.